എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ ഇൻട്രാഡേ ചെയ്യാൻ പറ്റിയ കുറച്ച് ഷെയർസാണ്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ കൃത്യമായ നമ്മളെ ലെവൽസും സ്റ്റോപ്പ് ലോസും കൃത്യമായി പരിപാലിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമതുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ലെവൽ നോക്കണം. നിഫ്റ്റി ഒരു അപ്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻട്രാഡേ ചെയ്യാൻ പാടുള്ളൂ. നിഫ്റ്റി ഒരു ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ഒരിക്കലും ഈ ഷെയർസ് ഇൻട്രാഡേ ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നാളെ ഇൻട്രാഡേക്ക് ചാൻസ് ഉള്ള ഷെയർസ്. നമ്മളിപ്പോൾ കാണുന്നത് ആദ്യത്തെ ഷെയർ SJVN. കറണ്ട് റേറ്റ് 102 രൂപ 60 പൈസയുടെ. നമുക്ക് ഈ ഷെയർ ഏകദേശം 103-നും 100-നും ഇടയിൽ കിട്ടിയാൽ മാത്രമേ മേടിക്കാനായിട്ട് പാടുള്ളൂ. അതുകൂടാതെ 97 ലെവൽ, ഈ ലെവൽ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പാലിച്ചിരിക്കണം. 97 ലെവൽ ഇതിനുള്ളിൽ കിട്ടിയാൽ മാത്രമേ മേടിക്കാനായിട്ട് പാടുള്ളൂ. 97 കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇടണം. നാളെ ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇൻട്രാഡേ ചാർട്ട് ഒന്ന് നോക്കാം. അപ്പോൾ SJVN എന്ന് പറയുന്ന ഷെയർസിൻ്റെ ഇൻട്രാഡേ ചാർട്ടാണിത്. ഈ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കരുത്, ഒരു വിത്ത് വോളിയം ഉണ്ട്. അപ്പോൾ നാളെയും ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചുകൊണ്ട് പറഞ്ഞ റേറ്റുകളിൽ ബൈ കിട്ടിയാൽ നമുക്കിതിലൊരു എൻട്രി പരിഗണിക്കാവുന്നതാണ്. നമ്മൾ അടുത്ത ഷെയർ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 15 മിനിറ്റിൻ്റെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ആദ്യം തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിരുന്നു ഇന്ന് ഫുള്ള് ട്രേഡിങ് നടന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈ 136. ആ ഹൈ കട്ട് ചെയ്താൽ മാത്രമേ നമുക്കിതിൽ എൻട്രി ഉള്ളൂ. അത് ഹൈ കട്ട് ചെയ്താൽ നമുക്കൊരു എൻട്രി. 132 സ്റ്റോപ്പ് ലോസ്. ഒരു 4 രൂപ മാത്രമേ ഇതിൽ റിസ്ക്. കാരണം ഇത് ഒരു റേഞ്ചിൽ കിടന്ന് കളിക്കുമായിരുന്നു. ആ റേഞ്ച് ബ്രേക്ക് ചെയ്താലാണ് നമുക്കൊരു എൻട്രി ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 136 ഇതിൻ്റെ ഹൈ കട്ട് ചെയ്തിട്ട് എൻട്രി എന്ന് പറഞ്ഞത്. നമുക്കിതിൻ്റെ ഇൻട്രാഡേ ചാർട്ടിലേക്ക് ഒന്ന് പോവാം. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻട്രാഡേ ചാർട്ടാണ്. കൃത്യമായിട്ടൊരു അപ്സൈഡ് മൊമെൻറ്റത്തിലേക്ക് നിൽക്കുന്ന ഒരു ഷെയറാണ്. അപ്പോൾ നാളെയും നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ മിക്കവാറും ലഭിക്കും. അടുത്ത ഷെയർ നമ്മളെ വേദാന്ത ലിമിറ്റഡ് ആണ്. ഇതാണ് 15 മിനിറ്റിൻ്റെ വേദാന്ത ലിമിറ്റഡിൻ്റെ ചാർട്ട്. നമുക്ക് 275-നും 273-നും ഈ റേഞ്ചിൽ കിട്ടിയാൽ മാത്രമേ ഇത് മേടിക്കാൻ പാടുള്ളൂ. ഇവിടെ എൻട്രി കിട്ടിയാൽ മാത്രമേ ഇത് മേടിക്കാൻ പാടുള്ളൂ. ഇതിൽ 269 ഈ റേഞ്ച് കൃത്യമായ സ്റ്റോപ്പ് ലോസ് നമ്മൾ പരിപാലിച്ചിരിക്കണം. ഈ റേഞ്ച്, ഈ 269 എന്നുള്ള റേഞ്ച് കൃത്യമായ സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചിരിക്കണം. അടുത്ത നമ്മുടെ ഷെയറാണ് ബർജർ പെയിൻസ്. ബർജർ പെയിൻസും ആദ്യത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഇന്നത്തെ ഫുള്ള് ഡേ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഉള്ളിൽ. അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ നാളെ വീണ്ടും ഒരു അപ്സൈഡിലേക്ക് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഈ റേഞ്ച് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമുക്കിത് കിട്ടണം. കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ 596 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ബർജർ പെയിൻറ്റിൻ്റെ ചാർട്ടിലേക്ക് പോവാം. ബർജർ പെയിൻറ്റിൻ്റെ ഇൻട്രാഡേ ചാർട്ടിലേക്ക് പോവാം. ഇതാണ് ബർജർ പെയിൻറ്റിൻ്റെ ഇൻട്രാഡേ ചാർട്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് മിക്കതും നാളെ ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്കൊന്ന് വിശ്വസിക്കാം. അപ്പോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ നമുക്ക് നാളെ ഒരു പ്രതീക്ഷിക്കാം കിട്ടുമെന്ന്. നമ്മൾ അടുത്ത ഷെയറാണ് GIC ഹൗസിംഗ് ഫിനാൻസ്. GIC ഹൗസിംഗ് ഫിനാൻസും അതെ, ഇന്ന് ഫുള്ള് ഒരു റേഞ്ചിൽ തന്നെ കളിക്കുമായിരുന്നു, ട്രേഡ് ചെയ്യുകയായിരുന്നു. ആദ്യത്തെ ക്യാൻഡിൽ തന്നെ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വിത്ത് വോളിയം. നമ്മൾ അടുത്ത ഷെയറാണ് GIC ഹൗസിംഗ് ഫിനാൻസ്. നമ്മൾ നോക്കിയാലറിയാം, GIC ഹൗസിംഗ് ഫിനാൻസ് കൃത്യമായിട്ട് ആദ്യത്തെ ക്യാൻഡിൽ തന്നെ ഗ്രീൻ ക്യാൻഡിൽ വന്ന് വിത്ത് വോളിയം. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്ത് ഇന്നത്തെ ദിവസം മുഴുവൻ ട്രേഡ് ചെയ്തിരുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഹൈ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൈ എൻട്രി ഇതിലെടുക്കാം. അതായത് 255 മുകളിൽ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിന്നാൽ നമുക്ക് ഇതിലൊരു ബൈ എൻട്രി ഉണ്ട് 255 നമ്മളിവിടെ 245 സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. 245 സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. നമുക്ക് ഇതിൻ്റെ ഇൻട്രാഡേ ചാർട്ടുകൾ നോക്കാം. ഇതാണ് ഇൻട്രാഡേ ഒരു അപ്പ് സൈഡിലേക്ക് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ 15 മിനിറ്റിലാകുമ്പോൾ ഒരു നാരോ റേഞ്ചിൽ നിൽക്കും. അപ്പോൾ ഇതിൽ നാളെ ഒരു അപ്പ് സൈഡ് മൊമെൻ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് നാളേക്കുള്ള 4 ഷെയർസ്.